അപ്പോഴേ സോഫ്റ്റ് സ്റ്റുഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ആളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ തിരക്കിലൊക്കെയാണ്, അതാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്ലിസറിൻ്റെ സോപ്പാണ്. അതായത് ഗ്ലിസറിൻ ബേസ് വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കുന്നത്. അത് നമ്മളിന്ന് ഡബിൾ ബോയിലിംഗ് സിസ്റ്റം അല്ല ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് നമ്മളിന്ന് ചൂടാക്കിയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളതിൽ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മുക്കുറ്റിയാണ്. അതായത് നമ്മുടെ വൾപ്പുകളിലൊക്കെ കാണുന്നില്ല മുക്കുറ്റിയുടെ തൈകൾ കാണാം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മുക്കുറ്റിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സ്കിന്നിന് ഉണ്ടാവുന്ന പ്രോബ്ലങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഒരു ചെടിയാണ് മുക്കുറ്റി. അത് അരച്ചിതാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിമത്തെ ഒരുവിധം എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അതേപോലെ തന്നെ നല്ല ഗ്ലിസറിൻ ബേസുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. അതേപോലെ സൾഫേറ്റ് ഫ്രീയും ഫാർമ ഫ്രീ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അതുപോലെ തന്നെ ബേസുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഞാൻ അയച്ചു തരാം. ഓക്കെ. അതുപോലെ അതിൻ്റെ ഫ്രാഗ്രൻസോളോ എന്താവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അത് അയച്ചു തരാം. മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് ഞാൻ നോക്കുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോയിലേക്ക് കിടന്നാലോ. നമുക്ക് അതപ്പോൾ ഇത് അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് 1 കിലോയിലേക്ക് നമുക്കൊരു 50 മില്ലി ജ്യൂസ് വേണം. അപ്പോൾ നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ബേസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോ ഉണ്ടാക്കുന്നുണ്ടല്ലേ, നല്ല കട്ടിയുള്ള ബേസ് കേട്ടോ. അവിടെ കംപ്ലൈൻറ്റും ഇല്ല. അതുപോലത്തെ നല്ല ബേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൈമൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ ബേസുകൾ മേടിച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാം. ഓക്കെ. അതേപോലെ നമ്മൾ നമ്മുടെ മുക്കുറ്റി അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് 50 മില്ലി. പിന്നെ ഫ്രാഗ്രൻസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കളറും പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു വൈറ്റമിൻ ഇയും കേട്ടോ. അപ്പോൾ നമ്മൾ ഓണാക്കാൻ പോവാം. ഇങ്ങനെ ചൂടാക്കുമ്പോഴേ നമ്മൾ പെട്ടെന്നൊന്ന് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മൾ പെട്ടെന്ന് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇത് മെൽറ്റായതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ. അപ്പോൾ നമ്മളിതിൽ മുക്കുറ്റി അരച്ച് ചേർത്തുണ്ട്. പിന്നെ നമ്മൾ വൈറ്റമിൻ ഇ ചേർത്തു. പിന്നെ നമ്മുടെ ഫ്രാഗ്രൻസ് ചേർത്തുണ്ട് കേട്ടോ. 1 കിലോനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 50 മില്ലി ജ്യൂസും, അതായത് മുക്കുറ്റിയുടെ ജ്യൂസും, അതുപോലെ ഒരു 20 മില്ലി നമ്മുടെ ഫ്രാഗ്രൻസും, ഒരു 5 ഡ്രോപ്പ് നമ്മുടെ വൈറ്റമിൻ ഇ കേട്ടോ. പിന്നെ ആവശ്യത്തിന് കളർ വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കുക. ഓക്കെ. വീഡിയോ കുറച്ച് കട്ടായി പോയി, ശ്രദ്ധിച്ചില്ല. ഓക്കെ. ഇനി നമുക്കത് നമ്മുടെ മോൾഡിലേക്ക് ഒഴിക്കുക കേട്ടോ. മോൾഡൊക്കെ എല്ലാവരും അടുത്ത് കൊണ്ട് വയ്ക്കുക. അപ്പോൾ നമ്മളിനി റബ്ബിങ് ആൽക്കഹോൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. കൈയോടെ റബ്ബിങ് ആൽക്കഹോൾ അടിച്ചു കൊടുക്കുക. നമ്മൾ റബ്ബിങ് ആൽക്കഹോൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മണിക്കൂർ ഇത് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളെ കൈയോടെ പാക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എല്ലാവരും സംശയമാണ് ഇതെന്ത് ഈർപ്പം പനി. വർഷക്കാലത്ത് നമ്മൾ 2 മണിക്കൂർ ഇത് സെറ്റായി വയ്ക്കുക. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പാക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ നമ്മുടെ ഫോയിലിൻ്റെ ഇത് കിട്ടും. ആ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായി എയർ ടൈറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മുക്കുറ്റി വെച്ചിട്ടുണ്ടാക്കി സോപ്പൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ അരച്ചാണ് ചേർത്തത്. അപ്പോൾ നമ്മൾ അരച്ച് ചേർത്തപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതൊക്കെ അതിലേക്ക് എടുക്കുന്നുണ്ട്. കാണുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല അത് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല സോപ്പായി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല അടിപൊളി സോപ്പുകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമുക്കിനി അത് വേറെ കാശ് കൊടുത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വിശ്വസിച്ച് കുളിക്കാമല്ലോ, നമ്മളുണ്ടാക്കുന്ന സോപ്പല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാ സോപ്പുകളും നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് അല്ല ഇത് ഇനി എങ്ങനെ പാക്ക് ചെയ്യാൻ നമുക്ക് അറിയാം. ഇതേപോലത്തെ നമ്മൾ ഫോയിൽ പേപ്പർ മേടിക്കാൻ കിട്ടും. അതിങ്ങനെ അടിയിലേക്ക് വയ്ക്കുക. ഇതിപ്പോൾ ഇത് ചെറുതാണ്, ഇതിൻ്റെ വലുത് കിട്ടുകയാണെങ്കിൽ അത് നല്ലത് കേട്ടോ. ഞാൻ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. കണ്ട ഇതേപോലെ ടൈറ്റ് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യുക. ഇല്ലേ, കട്ട് ചെയ്തിട്ട് ഈ 2 സൈഡും കറക്റ്റായിട്ട് എയർ ടൈറ്റായിട്ട് ഒട്ടിക്കുക. കണ്ട
അങ്ങനെ എയർടൈറ്റായിട്ട് ഒട്ടിക്കുക. ഓക്കെ, അത് നല്ല ഫോയിൽ മേടിച്ച് ഒട്ടിച്ചോളൂ. ഇത് ഞാനിപ്പോൾ വേറെ ഫോയിൽ എൻ്റെ കഴിഞ്ഞിരിക്കുക. അത് കാരണം നിങ്ങൾക്ക് കാണിച്ചാൽ നമ്മുടെ ബിരിയാണി കടകളിലൊക്കെ പോയി നമുക്ക് നല്ല ഫോയിൽ കിട്ടും, നല്ല വലിയ ഫോയിൽ കിട്ടും. അത് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ജോയിൻറ്റുകളൊന്നും ഉണ്ടാവില്ല, എയർ ടൈറ്റായിട്ട് ഇരുത്തുക. അപ്പോൾ പിന്നെ ഈർപ്പൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സോപ്പ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഞാൻ കാണുമ്പോൾ, അതായത് ഞാൻ ഓഫീസിലായിരിക്കും, ഓഫീസ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അതിന് റീപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.